ആളുകളുടെ ആഹാരത്തിൻ്റെ ആർത്തി ഉണ്ടല്ലോ, ചില ആളുകളുള്ളത് നമുക്കത് ഊഹിക്കാൻ പോലും പറ്റാത്ത വിധത്തിലാണ്. പ്രത്യേകിച്ചും വിവാഹങ്ങൾക്ക് പോകുമ്പോൾ ഞാൻ നിർബന്ധമായിട്ടും എന്നെ വിളിക്കുന്ന വിവാഹങ്ങൾക്ക് ഒരു 95% ഇതിലും വിവാഹങ്ങളിൽ ഞാൻ ആഹാരം കഴിക്കത്തില്ല. കാരണം ഞാൻ പറയും എനിക്ക് കഴിക്കാൻ പറ്റിയ സാധനങ്ങളല്ല, ഞാനിതൊന്നും കഴിക്കുകയില്ല. ഇപ്പോൾ ബിരിയാണി കഴിക്കേണ്ടതെന്ന് ഞാൻ ബിരിയാണി കഴിക്കാറില്ല. സദ്യ ആണെന്നുണ്ടെങ്കിൽ ഞാൻ ശരിയാണ്, ഞാൻ ചോറ് കഴിക്കാറില്ല. വണ്ണം കുറയ്ക്കാൻ വേണ്ടി എൻ്റെ വെയിറ്റ് പെട്ടെന്ന് എനിക്ക് ഗെയിൻ ചെയ്യും ചോറ് കഴിച്ചാൽ. അതുകൊണ്ട് ഞാൻ ചോറും കഴിക്കാറില്ല. ഞാൻ ഈ കൂവരക് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ കഴിക്കുന്നതൊക്കെ. അപ്പോൾ എനിക്ക് ഇതൊന്നും കഴിക്കാൻ പറ്റുകയില്ല എന്ന് പറയും, അങ്ങനെ അങ്ങ് ഒഴിയും. പക്ഷെ പിന്നെ ഒഴിയാൻ വയ്യാത്ത സ്ഥലങ്ങളുണ്ട്. അവിടെ എനിക്കവർ പ്രത്യേകിച്ച് ഏരിയ അറേഞ്ച് ചെയ്ത് അവിടെ സീറ്റൊക്കെ അവർ നേരത്തെ മാറ്റിയിട്ട് റെഡിയാക്കിയൊക്കെ വെക്കുകയാണെങ്കിൽ മാത്രം ഞാൻ ചിലപ്പോൾ എന്തെങ്കിലും പോയി അല്പം കഴിക്കാറുണ്ട്. അതെനിക്ക് ഒട്ടും ഒഴിയാൻ വയ്യാത്ത ആളുകളുടെ അടുത്ത് മാത്രമേ അത് ചെയ്യാറുള്ളൂ. പക്ഷേ ഇവിടെ കിടന്ന് തള്ളുന്ന തള്ളുണ്ടല്ലോ, ആദ്യമേ ഇതങ്ങ് അടച്ചു വെച്ചില്ലെങ്കിൽ ഇതിനിടയിൽ ആഹാരം വിളമ്പി വെക്കാനൊന്നും സമ്മതിക്കത്തില്ല, ഒന്നും അവിടെ ക്ലീൻ ചെയ്യാൻ സമ്മതിക്കത്തില്ല, അങ്ങ് കയറുക. പിന്നെ ഇത് അത്രത്തോളം അങ്ങ് തിരക്കാണ് പലയിടത്തും. ഒരു സ്ഥലത്ത് പോയപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ അടുപ്പം ഉള്ള ഒരാളുടെ ഒരു കല്യാണത്തിൻ്റെ റിസപ്ഷനാണ്. കല്യാണത്തിന് പോകാൻ പറ്റിയില്ല എനിക്ക്. ആ റിസപ്ഷന് പോയി ഞങ്ങൾ പോവുകയാണ്. അവിടെ ഞാനും വൈഫും കൂടെ ചെന്ന് കയറിയപ്പോൾ ഞങ്ങൾ ചെല്ലുന്ന പേര് നോക്കിയപ്പോൾ ഒരു ഹാള് നിറച്ച ആളിരിപ്പുണ്ട്. അവിടെ വേറെ പ്രോഗ്രാം ഒന്നുമില്ല. പക്ഷെ അപ്പം ഞങ്ങളെ നോക്കിയിരിക്കുക എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്നാൽ പെട്ടെന്നാവട്ടെ, നമുക്ക് പോയി എനിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് അന്നേരം പോവാം. അപ്പോൾ ഇയാൾ എന്നെയും കൊണ്ട് ഇതിൻ്റെ ആൾ ഞങ്ങൾ അങ്ങോട്ട് നടന്നു പോയി, ആ ഹാളിലോട്ട് പോയി. അവിടെ ചെന്ന് ഞാൻ അതിനകത്ത് ഞാൻ ചെന്നപ്പോഴേ ഹാള് തുറക്കുന്നത്, അതൊരു ഹാള് പൂട്ടിയിട്ടേക്കാണ്. അതിനകത്ത് ഫുഡെല്ലാം റെഡിയാണ്. അവിടെ കൗണ്ടറുകൾ ആണ്, ഏതാണ്ട് ഒരു 5-6 കൗണ്ടറുണ്ട്. അതിനകത്ത് വലിയൊരു ഹാളുമാണ്. അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ട് നേരെ വന്നപ്പോൾ പറഞ്ഞ് എന്താ വേണ്ടതെന്ന് വെച്ചാൽ അങ്ങ് എടുത്തോണ്ടങ്ങ് പോകാമെന്ന് പറഞ്ഞ്. ഞാൻ പറയാം അങ്ങനെ എടുക്കണ്ട, പിന്നെ വന്ന് എടുക്കാമല്ലോ. അപ്പോൾ അങ്ങേരൊന്നും പറഞ്ഞില്ല. അപ്പോൾ ഞാനും വൈഫും കൂടെ പോയിട്ട് ഒരു 2 കഷ്ണം കപ്പ എടുത്തു, അല്പം മീൻകറി എടുത്തു. എന്നിട്ട് വേറെ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഇനി വന്നെടുത്ത് കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. നിർബന്ധമൊന്നുമില്ല. അത് ഞങ്ങൾ കാണുന്നില്ല. ഞങ്ങൾ ഇതും എടുത്തോണ്ട് അങ്ങോട്ട് നടന്നു. എന്നിട്ട് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുകയാണ്. ഞങ്ങൾ എതിര് ഭാഗത്തോട്ടായി. കാരണം ഈ ആളുകൾ കയറി വരുന്ന ഭാഗത്തോട്ടല്ല ഞങ്ങൾ തിരിഞ്ഞ്. ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം അവിടെ അങ്ങ് ഈച്ച പൊതിയുന്നത് മാതിരി ഈ ആളുകളെല്ലാം കൂടെ അതിനകത്ത് കയറിയിട്ട് അങ്ങ് പൊതിഞ്ഞേക്കുകയാണ്. അപ്പോൾ ഞങ്ങൾ ഈ കപ്പ ഞാൻ ചിരിച്ചു പോയി കണ്ടിട്ട്. കപ്പയും കഴിച്ചിട്ട് ഞങ്ങൾ തിരിഞ്ഞു നോക്കി. ഇനി എന്തെങ്കിലും എടുക്കാമെന്ന് നോക്കിയപ്പോൾ എന്താണെന്നറിയോ, ഈ കൗണ്ടറുകളിലെ പാത്രമൊക്കെ അവരെടുത്ത് തുടച്ച് മാറ്റി എല്ലാം വെക്കുന്നത്. കാരണം എല്ലാം തീർന്നു. അതായത് അങ്ങേയറ്റം ഒരു 10 മിനിറ്റ് എടുത്ത് കാണും. ഈ 10 മിനിറ്റ് കൊണ്ടിൽ വെട്ടുകിളി അടിക്കുന്ന മാതിരിയാണ് അത് തീർത്തേക്കുന്നത്. ഈ രീതിയിലാണ് പലരും പെരുമാറുന്നത്. പിന്നെ വഴക്കുണ്ടാക്കുന്നതും ഞങ്ങൾ കേട്ട് ചിരിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു ആ സ്ഥലത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, ആ സ്ഥലക്കാരെ ആക്ഷേപിച്ചായിട്ട് വരും. അവിടെ ഈ കല്യാണത്തിന് ഈ സദ്യക്കെന്ന് പറഞ്ഞാൽ, അതായത് ബിരിയാണി തിന്നാനാണെങ്കിലോ, കൂടുതലും ബിരിയാണി തിന്നുന്ന ആളുകളാണ് ഉള്ളത്. അപ്പോൾ അവിടെ ഈ ബിരിയാണിയുടെ കാര്യത്തിന് കഴിക്കാൻ വരുന്നവർക്ക് വഴക്കുണ്ടാക്കിയേ പറ്റൂ. അതങ്ങനെ ഒരു നിർബന്ധമാണ്. അവർ നോക്കിയിരുന്നിട്ട് എന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കും. അത് ചെറിയ തമിഴ് കലർന്ന മലയാളം സംസാരിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ പറയുന്നത് എന്താണെന്നറിയോ, അന്ത ഇലയപ്പാര് ഇന്ത ഇലയപ്പാര് എന്ന് വെച്ചാൽ നല്ല തമിഴല്ല, ഒരു വൃത്തിയുടെ തമിഴുണ്ട്. ആ ഇലയെ നോക്ക്, ഈ ഇലയെ നോക്കെന്നാണ് ഈ പറയുന്നത്. അന്ത ഇലയപ്പാര് ഇന്ത ഇലയപ്പാര്. കിളിഞ്ച ഇല എന്ന് വെച്ചാൽ ഇലയ്ക്ക് ദ്വാരം ഉണ്ടെന്ന് എവിടോ. വളഞ്ച പപ്പടം ഒരുമാതിരി ചുളിഞ്ഞു വളഞ്ഞിരിക്കുന്നു കേട്ടോ, നേരെയുള്ള പപ്പടമൊന്നും അല്ല. കിളിഞ്ച ഇല വളഞ്ച പപ്പടം. എന്നിട്ട് പറഞ്ഞു തൂക്കി വീശണ ബിരിയാണി. പിന്നെ ഇല്ല ഫ്ലൈങ് സോസർ പോകുന്ന പോലെ ഈ ബിരിയാണി അന്തരീക്ഷത്തിലേക്ക് ഇങ്ങനെ പോവുകയാണ്. ഇങ്ങനെ നടക്കുന്ന സ്ഥലമുണ്ട്. ഇപ്പം അതവിടെ വലുതായിട്ടില്ല. ഇത് ഞാൻ പറയുന്ന ഇത് ഏതാണ്ട് ഒരു 10, 25, 30 വർഷം മുമ്പുള്ള കാര്യമാണ്. ഇപ്പോൾ ഉള്ള സിറ്റുവേഷൻ എനിക്ക് അറിഞ്ഞൂടാ. കാരണം ഞാൻ അവിടെ നിന്നൊക്കെ പോയ കാരണം എനിക്കത് അറിയാൻ വയ്യ. അവിടെ നിന്ന് ഞാനൊന്നും അല്ലെങ്കിൽ ഞാൻ ആ ഭാഗത്തുനിന്ന് ആഹാരം കഴിച്ചിട്ടില്ല. പക്ഷേ ഇത് ഇങ്ങനെ പറഞ്ഞു കേട്ട് ഞങ്ങൾ ചിരിക്കാറുണ്ട് കേട്ടോ. ഇതുപോലെ ഒരു കാരണം ഉണ്ടാക്കി വഴക്കുണ്ടാക്കും. ഇവിടെ
കൊല്ലത്ത് പള്ളിമുക്കിൽ ഒരു BSA എന്ന് പറയുന്ന ഒരു ഓഡിറ്റോറിയം ഉണ്ട്. ഞാൻ അവിടെ വിവാഹത്തിന് പോയിട്ടുണ്ട്. ഭേദപ്പെട്ട ഒരു ഓഡിറ്റോറിയമാണ്. അവിടുന്ന് ആഹാരം കഴിക്കാൻ ഞാൻ ഇരുന്നിട്ടില്ല. ഞാൻ ഒരു 1-2 പ്രാവശ്യം അങ്ങാണ്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട്. പോയിട്ട് അന്നേരമേ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. അത് കാരണം ഞാൻ പോയ ഈ മുസ്ലിങ്ങളുടെ വിവാഹത്തിന് നിക്കാഹ്, മറ്റേതാണെങ്കിൽ ഹിന്ദു സഹോദരൻ്റെ വിവാഹങ്ങൾ കാണുന്നുണ്ടെങ്കിൽ നേരെ അവിടെ അവരുടെ ഈ സപ്തപതി ഇതും കഴിഞ്ഞ് വല്ല താലികെട്ടോ മാലിടിയിലോ ഒക്കെ ഉണ്ടെങ്കിൽ അതും കഴിഞ്ഞിട്ട് അന്നേരം ഞങ്ങൾ ഇറങ്ങും. ആഹാരത്തിന് പിന്നെ എല്ലാവരും അങ്ങോട്ട് പോകണമെന്ന് പറഞ്ഞാൽ ഞാൻ പോവാറില്ല. അപ്പോൾ ഇവിടെ ഈ പള്ളിമുക്കിൽ കല്യാണം കഴിഞ്ഞതിന് ശേഷം അന്ന് വൈകുന്നേരം ഉള്ള ഒരു റിസപ്ഷനാണ്. റിസപ്ഷൻ വരൻ്റെ വീട്ടുകാർ നടത്തുന്ന റിസപ്ഷനാണ്. അപ്പോൾ വധുവിൻ്റെ വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ വരും. അപ്പോൾ ഈ വധുവിൻ്റെ ബന്ധുക്കളിൽ ആരാണ്ട് വന്നിട്ട് ഐസ്ക്രീം അവിടുന്ന് കഴിച്ചു. ഈ ആഹാരം കഴിച്ചിട്ട് ഐസ്ക്രീം കഴിച്ചു. ചിലർക്ക് ഈ ഐസ്ക്രീം എന്നൊക്കെ പറയുന്നത് അങ്ങനെ തോന്നും പോലെ കൊടുക്കാൻ പറ്റുന്നതല്ലല്ലോ, വിലയുള്ള സാധനമല്ലേ. ഒരാൾക്ക് ഒരു ഐസ്ക്രീം കൂടുതലൊന്നും കൊടുക്കാനായിട്ട് അവർ തയ്യാറായിരുന്നിരിക്കത്തില്ല ഇതിൻ്റെ കാറ്ററേഴ്സ്. അപ്പോൾ ഇയാൾ ഒരു ഐസ്ക്രീം തിന്നതിന് ശേഷം അവൻ പിന്നെ ചോദിച്ചു ഐസ്ക്രീം. അപ്പോൾ അവർ പറഞ്ഞ് ഇല്ല, ഐസ്ക്രീം ഇല്ല, അവർ തീർന്നു. അവൻ അങ്ങോട്ട് അകത്തോട്ട് കയറി അവരുടെ പ്രത്യേക ഏരിയയാണ്, ഈ കാറ്ററേഴ്സിൻ്റെ ഏരിയ ഉണ്ട്. അതിനകത്തോട്ട് കയറിയിട്ട് ഇവൻ പെട്ടി തുറന്ന് ഐസ്ക്രീം എടുക്കാൻ പോയി. അങ്ങനെ അത് അവിടെ വാക്ക് തർക്കമായിട്ട് പൂരടിയായി. വരൻ്റെ ബന്ധുക്കളും ഈ വധുവിൻ്റെ ബന്ധുക്കളും തമ്മിൽ നല്ല സ്റ്റൈലനടി, സിനിമയിലൊക്കെ കാണുന്ന പോലെ ആട്ടിക്കലശിൽ റെഡി. ഇത് കണ്ടുകൊണ്ട് ഈ പെങ്കൊച്ചുണ്ടല്ലോ വധു, അവരുടെ കാര്യത്തിന് വേണ്ടി അന്നൊരു ഈ അടി അതങ്ങ് കൊഴിഞ്ഞു വീണു. അതിനെ ആശുപത്രി കൊണ്ടുവന്നിട്ട് വന്നു. നാണമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഇതിനൊക്കെ ഈ ആഹാരം എന്നൊക്കെ പറയുന്നത് എന്തിനാ ഇത് അങ്ങോട്ട് കഴിച്ച് എന്തെങ്കിലും ഒന്ന് കഴിക്കണം. അവിടെ പോയിട്ട് വയറും ഒഴിച്ചിട്ടുണ്ടെങ്കിൽ വരും ചിലവന്മാർ ഇവിടെ വന്ന് തിന്നാനായിട്ട്. പിന്നെ ഇന്ന് അതങ്ങ് തിരക്കും തള്ളുമല്ലേ. തള്ളിയിട്ട് സീറ്റ് വല്ലവൻ്റെ സീറ്റ് അവനെ ഒന്ന് പൊങ്ങാൻ നോക്കിയിരിക്കുന്ന ആ കസേര എടുത്തങ്ങ് മാറ്റും. മറിഞ്ഞു വീഴുന്നും ചിലർ. ആ രീതിയിലാണ്. പിന്നെ ഇതിൻ്റെ പൂട്ട് ഇതിൻ്റെ ഹാളിൻ്റെ അങ്ങോട്ട് തുറക്കുമ്പം ഉണ്ടല്ലോ, നമ്മുടെ ഇതിലെ വല്ല മുല്ലപ്പെരിയാറൊക്കെ പൊട്ടിയാലെങ്ങനെ വരും, അതുമാതിരിയാണ് ഇതങ്ങോട്ട് തുറന്നാൽ ഇങ്ങോട്ട് തള്ളി കയറുന്നത്. അതിനിടെ മറിഞ്ഞു വീഴുന്നവരുണ്ട്. എങ്ങനെയെങ്കിലും പോയി സീറ്റ് പിടിച്ച് അവിടെ അങ്ങ് ഇരിക്കുക. ഇതാണ് ഒരു ശകലം കഴിഞ്ഞ് മാറി നിന്ന് സൗകര്യമായിട്ട് കഴിച്ചിട്ട് പോയാൽ പോരെ. ഈ ആർത്തി എന്തിനാണ്? ഇതിനകത്ത് സംഭവിച്ചത് പറഞ്ഞ് മനസ്സിലായത്, ഈ വധുവിൻ്റെയും വരൻ്റെയും വീട്ടുകാർ തമ്മിൽ എന്തോ ഒരു പ്രശ്നം, ഒരു വഴക്കോ എന്തോ ഒരു ചെറിയ ഒരു പ്രശ്നം ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. അതിൻ്റെ പകരമായിട്ടാണ് ഇത് കാണിച്ചതെന്നും പറയപ്പെടുന്നുണ്ട് കേട്ടോ. അത് എന്തോന്നോ ആവട്ടെ. ആ പെൺകുഞ്ഞിനെ ഒന്ന് ആലോചിച്ചു, ആ കുട്ടിയെ ഒന്ന് ആലോചിച്ച് നോക്കുള്ളൂ. ആ കുട്ടിക്കും അതിൻ്റെ വരനും വരനും അവരുടെ ജീവിതത്തിൽ എന്നും ഒരു വളരെ വിഷമിക്കുന്ന ഒരു ഓർമ്മയായിട്ട് മാറത്തില്ല ഇത്. കാരണം അവരെ കല്യാണം, അതിൻ്റെ റിസപ്ഷൻ, ഈ അടിയും വഴക്കും വലിയ ബഹളവുമായിട്ട് അത് ആ കുട്ടി ആശുപത്രിയിലും ആവുന്ന ഒരു ലക്ഷണത്തിൽ അവരുടെ ആ നല്ലൊരു ദിവസമല്ലേ യവന്മാർ ഈ വൃത്തികെട്ടവന്മാരെല്ലാം കൂടെ നശിപ്പിച്ചത്. ഇത് എല്ലാവർക്കും തിന്നാനുള്ള സാധനങ്ങൾ അവിടെ കാണും. കിട്ടിയില്ലെങ്കിൽ അനങ്ങാതങ്ങ് പോയാൽ പോരെ. നമ്മളൊരു കല്യാണത്തിന് വിളിച്ചു, അവിടെ ചെന്നപ്പോൾ ആഹാരം കിട്ടിയില്ല, അനങ്ങാതങ്ങ് പോകണം, ഒരു പരാതിയും പറയാതെ ഒരു ബഹളം ഉണ്ടാക്കാതെ അങ്ങ് പോയാൽ പോരെ. കല്യാണത്തിന് തികയാത്ത പല സ്ഥലങ്ങളും ഉണ്ട്. കാരണം ഈ ചിലപ്പോൾ ഒരു 500 പേരുടെ സദ്യ ഉണ്ടാക്കും. 1000 പേര് വന്നാൽ ഇത് ചിലപ്പോൾ ഒരു 700 പേർക്ക് കൊടുക്കാൻ പറ്റും. ബാക്കിയുള്ളവർക്ക് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. അങ്ങനെ വരുന്നിടത്ത് അടിയും ബഹളവും ഉണ്ടാക്കുന്നത് എന്ത് തോന്നിവാസമാണ്. ഒരാളൊരു കല്യാണത്തിന് വിളിച്ചു പോയി, അവിടെ ചെന്ന് അന്തസ്സായിട്ട് പോയിട്ട് നമുക്കൊന്നും തിന്നാൻ കിട്ടിയില്ലെങ്കിൽ സാരമില്ല, ആഹാരം കഴിച്ചോ, കഴിച്ചില്ലെന്ന് പറയാം. അല്ല, കഴിക്കാൻ ഞാൻ വേണ്ട, ഞാൻ കഴിച്ചോളാം, ഇത് കിട്ടിയില്ലെന്നും പറയണ്ട, അനങ്ങാതങ്ങ് പോകുന്നതല്ലേ അതിന് മര്യാദ. അങ്ങനെ ചെയ്യണം. ഇതുപോലുള്ള തോന്നിവാസം കാണിക്കരുത്. എന്ത് അഹങ്കാരവും വൃത്തികേടുമായി കാണിച്ചത്, കഷ്ടം.